ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ്. കണ്ണൂരിലെ പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ മണത്തണ എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ നാട്. അപ്പോൾ അവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞു, ഒരു 6:30 കഴിഞ്ഞു, ഒരു സന്ധ്യാസമയമായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കേണ്ട സംഭവം അല്ല അത്, എങ്കിലും നമുക്കൊരു മീൻസ് അത് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു വിഭവം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു സദ്യ സ്പെഷ്യൽ ഐറ്റമാണ്, പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ചിലവർക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്കായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ അതിനു മുന്നിൽ തന്നെ എൻ്റെ വീഡിയോ ഇത്രയും നാൾ കണ്ടവർക്കും അത് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും വലിയൊരു നന്ദി. അപ്പോൾ ഈ വീഡിയോയും കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടീൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ ഇൻഗ്രീഡിയൻസിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കൈതച്ചക്കയാണ്. കൈതച്ചക്ക നല്ല ചെറിയ രീതിയിൽ മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കൈതച്ചക്ക മുറിച്ചെടുക്കേണ്ടത്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് തേങ്ങ ഒരു അരമുറി തേങ്ങയാണ് വേണ്ടത്. അരമുറി തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ നേർപകുതി തേങ്ങ ചിരകി വെച്ചതാണിത്. അടുത്തത് കറിവേപ്പില. പിന്നെ കടുകാണ്. പച്ചക്കടുക് ചതച്ചെടുത്തതാണ് ഞാനിത്. പിന്നെ വേണ്ടത് തൈര് ഒരു 4 സ്പൂണ് തൈരാണ് ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് തൈര് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് പച്ചമുളക് ഒരു 4 പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അതും ചെറുതാക്കി മുറിച്ച് വെച്ചത്. പിന്നെ 1 സ്പൂണ് പഞ്ചസാര. ഈ പഞ്ചസാരയും പൈനാപ്പിളും എല്ലാം കൂടിയിട്ട് കറി ഒരു സ്വീറ്റാന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എൻ്റെ ടേസ്റ്റ്. അതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ചുവന്ന മുളക്, നമ്മുടെ വറ്റൽ മുളക് എന്നുള്ള പറയുന്നത് ചുവന്ന മുളക്, അത് നമ്മൾ വറുത്തിടുമ്പോഴാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് കാണാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കുക്കറിലിട്ടിട്ട് പൈനാപ്പിൾ വേവിച്ചെടുക്കുകയാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിളും പച്ചമുളകും വെള്ളമാണ്. അപ്പം നമുക്കതൊരു കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. ഈ പൈനാപ്പിളിനെ മുറിച്ച് വെച്ച പൈനാപ്പിൾ നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. അതിനുശേഷം പച്ചമുളക് 4 പച്ചമുളക് എടുത്തിരിക്കുന്നത് ഞാനിവിടെ. പിന്നെ ഒരു സ്പൂണ് ഉപ്പും കൂടി നമുക്കിതിന് ഒപ്പം തന്നെ ആഡ് ചെയ്യാം. പിന്നെ വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം ഈ പൈനാപ്പിളിൻ്റെ അകത്ത് വെള്ളം എന്തായാലും വരും. അപ്പം ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 വിസിലെങ്കിലും വരണം. നമുക്കിതൊന്ന് വേവിക്കാം. അപ്പം നമ്മളെ കൈതച്ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായിട്ട് അരയണം. എത്രത്തോളം നിങ്ങൾക്ക് എങ്ങനെ പേസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ നമുക്കിതൊന്ന് അരഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അനുസരിച്ച് ഞാൻ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ വെള്ളം ഞാൻ ഇതിൻ്റെ അനുസരിച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് അരഞ്ഞ് വരാൻ വേണ്ടി മാത്രമാണ്. അപ്പം നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, നമുക്കിനി നമ്മുടെ പൈനാപ്പിൾ കൈതച്ചക്ക നമുക്ക് നോക്കാം. 4 വിസിലോളം അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ ആവി മുഴുവൻ പോയി അതിൽ നിന്ന്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. കാരണം കുറച്ച് വലിയ കഷ്ണങ്ങളാണ്. ഇത് മുഴുവനായിട്ടൊന്ന് ചതച്ച് വരണം. എല്ലാ കഷ്ണങ്ങളും ചതച്ചെടുക്കാൻ പാടില്ല, എങ്കിലും ഒരു 3/4 ഭാഗം കഷ്ണങ്ങളും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പൈനാപ്പിൾ പച്ചടിയുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തി. ഇപ്പം
ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അതിൽ വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അധികം കൂടുതൽ വാട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പൈനാപ്പിളിൻ്റെ ഒരുമിച്ച് വന്ന വാട്ടറാണ് അത്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കിത് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ തേങ്ങ അത്രയും, ഞാൻ ആദ്യം പറഞ്ഞു, അത്രയും നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കണം ഈ തേങ്ങ അരച്ചെടുക്കേണ്ടത്. അപ്പം ഈ തേങ്ങ മുഴുവൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യലാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പൈനാപ്പിളും തേങ്ങയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. അതായത് എല്ലാ സ്ഥലത്തും പൈനാപ്പിളും തേങ്ങയും എല്ലാം കൂടി യോജിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ട് വരണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ തൈര് ഇതിൻ്റെ ഒരുമിച്ച് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 4 സ്പൂൺ തൈരാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ തൈരിന് കുറച്ച് ഒരു പുളി കുറവുള്ള തൈരാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 4 സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട്, മീൻസ് തൈര് നമ്മളിപ്പോൾ ആഡ് ചെയ്തു, അപ്പോൾ ഈ തൈരും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ പൊടിച്ചു വെച്ച കടുക് ഇതിൻ്റെ വെച്ച് ഞാൻ ആഡ് ചെയ്യലാണ്. ചതച്ചെടുത്തതാണ് ഞാൻ, പച്ചക്കടുക് ചതച്ചെടുത്തതാണ്. ഒപ്പം തന്നെ പഞ്ചസാരയും, 1 സ്പൂൺ പഞ്ചസാര, അതും ഞാൻ ഇതിൻ്റെ വെച്ച് ആഡ് ചെയ്യുക. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് ഞാൻ പറഞ്ഞില്ല, എങ്കിലും 1 സ്പൂൺ എന്തായാലും വേണം, എങ്കിലും അതിൻ്റെ മധുരമൊക്കെ ബാലൻസ് ആയിട്ട് വരും. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് തൈര് യൂസ് ചെയ്തിട്ടുണ്ട്, കൈതച്ചക്കയുടെ മധുരമുണ്ട്, എല്ലാം കൂടി ഒരു ബാലൻസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ. ഇത് നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്, ഈ കൈതച്ചക്ക പച്ചടിയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കറീൻ്റെ അകത്ത് വറുത്തിടുന്നത് ഓയിലും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും, ഈ 4 ഞാനിവിടെ വറുത്തിടാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടാം. ഓക്കെ, അപ്പം നമ്മുടെ വറവിട തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ആഡ് ചെയ്യാം. ഞാനിതിൽ യൂസ് ചെയ്യുന്നത് കറിവേപ്പില, വറ്റൽമുളക്, കടുക്, വെളിച്ചെണ്ണ, ഈ 4 കൂടിയാണ് ഞാൻ വറുത്തിട്ടിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈതച്ചക്ക പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇത്രയും ഈസിയാണ്, ഒരു അത്ര വലിയ വിഷമമില്ലാതെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ ഇതറിയാത്തവർക്ക്, ഇതിൻ്റെ റെസിപ്പി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പം ഇതുവരെ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ പൈനാപ്പിൾ പച്ചടി റെഡിയായി, നിങ്ങളെല്ലാം കണ്ടു. അത് ഈസിയുമാണ്, അതുപോലെ ടേസ്റ്റുമാണ്. ഫുഡിനൊക്കെ ഉച്ചക്കത്തെ മാത്രമല്ല, ഏത് ടൈം ആണെങ്കിലും നമ്മളെ ചോറിന് നല്ലൊരു സൂപ്പർ ഒരു ഡിഷാണത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം താങ്ക്സ്.